بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഇമാം ഗസാലി റഹ്മഹുല്ല പൻപാപങ്ങളുടെ ഇനങ്ങൾ 3 ഡിഗ്രിയിലാണെന്ന് തിരിക്കുകയാണ്. ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ മാരിഫത്തുമായി ബന്ധപ്പെടുന്നതാണ്, അഥവാ വിശ്വാസവുമായി ബന്ധപ്പെടുന്നതാണ്, കർമ്മവുമായി ബന്ധപ്പെടുന്നതല്ല. അതിൽ കുഫറും ബിദ്അത്ത് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ മനുഷ്യന്റെ ജസദുമായി നഫ്സുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പം ആ നഫ്സുമായി ബന്ധപ്പെടുന്നത് പറഞ്ഞാൽ ഹുക്കൂക്കുൽ ഇബാദാണ്. ഒരു മനുഷ്യനെ കൊല്ലുക, അയാളെ അപമാനിക്കുക, അയാളുടെ അവയവങ്ങൾ ഛേദിക്കുക, ഒരു മനുഷ്യന്റെ സമ്പത്ത് ഒരു മനുഷ്യന് അഭിമാനത്തിന് ക്ഷതം വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ വ്യഭിചാരം, ലിവാത്ത്, ഇതുപോലുള്ള കുറേ കാര്യങ്ങളാണ് നഫ്സുമായി ബന്ധപ്പെട്ട പാപങ്ങൾ. അതെല്ലാം വൻപാപത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ അദ്ദേഹം പറയുകയാണ് അൽ മർത്തബത്തു സാലിസ, മൂന്നാമത്തെ ഡിഗ്രിയിലുള്ളത് അൽ അംവാൽ, സ്വത്തുക്കളാണ്. സ്വത്തുമായി ബന്ധപ്പെട്ട വൻപാപം. അപ്പൊ ഈ സ്വത്തുക്കൾ എന്ന് പറയുന്നത് മഹായിസുൽ ഹൽക്ക്, സൃഷ്ടികളുടെ ജീവിത സന്ധാരണത്തിനുള്ള വസ്തുക്കളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫലാ യജൂസു തസല്ലുത്തുന്നാസി, ജനങ്ങൾ കൈകടത്തൽ ജായിസല്ല, അലാ തനാബുലിഹ, അതിനെ കരസ്ഥമാക്കുന്നതിന്റെ മേൽ ജനങ്ങൾ അധികാരം സ്ഥാപിക്കൽ ജായിസല്ല. ഒരാളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി, കരസ്ഥമാക്കാൻ വേണ്ടി ജനങ്ങൾ എന്ത് ചെയ്യുക? അധികാരം കൈകടത്തുക, അധികാരം സ്ഥാപിക്കുക. അങ്ങനെ പിടിച്ച് ബലത്തോടുകൂടി വാങ്ങുക, അത് ജായിസല്ല. കൈഫഷാവൽ, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സ്വത്തിനെ പിടിച്ചെടുക്കുക, അത് ജായിസല്ല. ഹത്ത എത്രത്തോളം ബിൽ ഇസ്തീലായി, ഇസ്തീലാ കൊണ്ട്, ഇസ്തീലാ എന്ന് പറഞ്ഞാൽ അധികാരം സ്ഥാപിച്ചിട്ട് പിന്നെ ഒരാളുടെ മേൽ അടിച്ച് അമർത്തൽ കൊണ്ട് സ്വത്തിനെ പിടിച്ചെടുക്കുക. അപ്പൊ സിർക്കത്ത് കൊണ്ടും, സിർക്കത്ത് മോഷണം, വൈര്യമായി ഇതല്ലാത്ത കൊണ്ടൊക്കെ സ്വത്തിനെ പിടിച്ചെടുക്കുക, അത് ജായിസല്ല. ബൽ മറിച്ച് എംബഗി, അത്യാവശ്യമാണ്, അൻ തുഹ്ഫള, സ്വത്തിനെ സൂക്ഷിക്കപ്പെടൽ, ലി തബ്ഖ, ശേഷിക്കാൻ വേണ്ടി, ബിബഖാഇഹ, സ്വത്ത് ശേഷിക്കൽ കൊണ്ട്, അന്നുഫൂസ്, നഫ്സുകൾ ശേഷിക്കാൻ വേണ്ടി. സ്വത്തുകൾ ഉണ്ടെങ്കിൽ നഫ്സുകൾക്ക് നിലനിൽപ്പുള്ളൂ. അതിനു വേണ്ടി സ്വത്തിനെ സൂക്ഷിക്കപ്പെടണം. മറ്റുള്ളവരുടെ സ്വത്ത് നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത, അല്ലാതെ അതിനെ നശിപ്പിക്കലല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെയാണെങ്കിലും ഇല്ല എങ്കിലും അനൽ അംബാല, സ്വത്തുക്കൾ ഇതാ ഉഖിദത്ത്, അതിനെ പിടിച്ചെടുക്കപ്പെട്ടാൽ, അംഗനസ്തിർദാദുഹ, അതിനെ മടക്കി കൊടുക്കൽ സാധ്യമാവും. പിടിച്ചെടുക്കുകയാണെങ്കിൽ സ്വത്തിനെ മടക്കി കൊടുക്കാൻ കഴിയും. വൈ നുക്കിൽ, അതിനെ തിന്നപ്പെട്ടാൽ, അംഗന തഹരീമുഹ, അതിനെ മാപ്പ് പറയൽ സാധ്യമാവും. തഹരീം എന്ന് പറഞ്ഞാൽ മടക്കി കൊടുക്കലല്ല, തിന്നുപോയല്ലോ, അതിന് മാപ്പ് പറയൽ, കടമായിട്ട് വന്ന് ആ ഹക്കിന് മാപ്പ് പറയൽ, അത് സാധ്യമാവും. അപ്പൊ ഫലൈസൽ യഅ്ലിമുൽ അംറു ഫിയ, ഇവകളിൽ കാര്യങ്ങൾ അത്ര ഭയാനകമല്ല, ഇത്തരം കാര്യങ്ങൾ. കാരണം അതിന് ഒരു തദാറുക്ക്, ഒരു വീണ്ടെടുപ്പ് സാധ്യമാകും. നഅം, പക്ഷേ ഇദാ ജറാ തനാബുലുഹ, ഈ സ്വത്തിനെ പിടിച്ചെടുക്കൽ, കരസ്ഥമാക്കൽ നടന്നാൽ എങ്ങനെ? ബി തരീഖിൻ, ഒരു വഴിയിൽ. ഏത് വഴി? യഅ്സിറു തദാറുക ലഹു, ബി തരീഖിൻ, ഒരു വഴിയിലൂടെ. ഏത് വഴി? യഅ്സുറു തദാറുകു ലഹു ഫീഹി എന്നുള്ള കളയപ്പെട്ടിരിക്കുക. ആ സ്വത്തിനെ വീണ്ടെടുക്കൽ സാധ്യമല്ല, അതിനെ വീണ്ടെടുക്കുക, അതിന് പരിഹാരം നിർവഹിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത ഒരു വഴിയിലൂടെ സ്വത്തിനെ പിടിച്ചെടുക്കപ്പെട്ടാൽ, അപ്പൊ ഫയംബഗി, അത്യാവശ്യമാണ്, അയ്യക്കൂനതാലുക, അതാകൽ, മിനൽ കബായിരി, വൻപാപങ്ങളിൽപ്പെട്ടതാകൽ അനുവദന അത്യാവശ്യമാണ്. സ്വത്തിനെ മടക്കി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ മടക്കി കൊടുക്കാൻ കഴിയും. അതിനെ വൻപാപം എന്ന് പറയാൻ പറ്റില്ല. ഹറാമാണെന്ന് പറഞ്ഞാലും വൻപാപം എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് മുമ്പ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് വീണ്ടെടുപ്പിന് സാധ്യമല്ലാത്ത, പരിഹാരത്തിന് സാധ്യമല്ലാത്ത ഒരു രീതിയിൽ സ്വത്തിനെ കരസ്ഥമാക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വൻപാപത്തിൽപ്പെട്ടത് തന്നെ ആകണം. അതായിരിക്കും അങ്ങനെയുള്ളത് 4 രീതിയിലാണ്. 4 തുർക്കി, 4
വഴിയിലൂടെയാണ്. അഹദു അതിൽ ഒന്ന് അൽ ഖുഫിയത്തു അവ്യക്തമായതാ, വയ്യ സിർക്കത്തു മോഷണമാണ്, അത് അവ്യക്തമാണ്. മോഷ്ടിച്ച ആൾക്ക് എന്തിനെയാ ആരുടെയാണെന്നുള്ളത് ഒരുപക്ഷെ അറിഞ്ഞുകൂടണമെന്നില്ല. ഈ മോഷ്ടിക്കപ്പെട്ട വ്യക്തിക്ക് ആരാണ് മോഷ്ടിച്ചെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഇന്ന് ഇതാലം യുത്തലഹയാൽ ഇതിന്റെ മേൽ വെളിവാക്കപ്പെട്ടില്ലെങ്കിൽ, മോഷ്ടിച്ചു എന്നുള്ള കാര്യം വെളിയിൽ വന്നിട്ടില്ലെങ്കിൽ, കാര്യം സാധാരണ അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ കൈഫയത്തുദാർക്കു, ഇയാൾ മോഷ്ടിച്ച ആൾ എങ്ങനെയാണ് അതിന് വീണ്ടെടുപ്പ് നടത്തുക? സാധ്യമല്ല. അപ്പൊ അത് മറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് വൻപാപമാണ്. അസാൻ രണ്ടാമത്തെ അക്കലു മാലിൽ യത്തീമി, യത്തീമിന്റെ സ്വത്തുകൾ ഭക്ഷിക്കുക അവരുടെ അനുവാദമില്ലാതെ, ഹറാമായ രൂപത്തിൽ, അനർഹമായ രൂപത്തിൽ യത്തീമിന്റെ സ്വത്ത് ഭക്ഷിക്കുക. വഹാദായുധൻ ഇതും മിനൽ ഖുഫിയത്തി, അവ്യക്തമായതിൽപ്പെട്ടതാണ്. വാനീബി ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫി ഹക്കിൽ വലിയ വൽ കയ്യിമി, വലിയന്റെയും കയ്യിമിന്റെയും ഹക്കിലാണ് ഇത് അവ്യക്തം എന്ന് പറഞ്ഞാൽ. വലിയ എന്ന് പറഞ്ഞാൽ അത് അയാളെ സംരക്ഷിക്കുന്ന ആള്, കയ്യിമ് അയാളുടെ കാര്യങ്ങൾ, ഈ യത്തീമിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആള്. ഒരുപക്ഷെ വലിയ ഉണ്ട്. ഉദാഹരണമായിട്ട് ഒരാൾ മരിച്ചു, അയാളുടെ മകനുണ്ട്. ആ മകന്റെ സ്വത്താണല്ലോ, ഈ മരിച്ചയാളുടേതാണല്ലോ മകന്റെ സ്വത്ത്. അപ്പൊ ആ സ്വത്തിനെ സംരക്ഷിക്കുന്നത് ഈ മരിച്ചയാളുടെ സഹോദരനാണെങ്കിൽ അപ്പൊ പിന്നെ വലിയ തന്നെയാ സംരക്ഷിക്കുന്നത്. അപ്പൊ അയാളുടെ ഹക്കിലും ഇത് അവ്യക്തമായതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ കയ്യം എന്ന് പറഞ്ഞാൽ ഈ യത്തീമിനെയും അയാളുടെ സ്വത്തിനെയും നോക്കി നടത്തുന്ന മറ്റൊരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് തിന്നുക എന്നുള്ളത് അത് അവ്യക്തമാതിന് വ്യക്തമല്ല. കാരണം ഫൈനഹു മുഅ്തമനും ഫിഹി, വലിയാണെങ്കിലും കയ്യമാണെങ്കിലും ഇതിൽ അയാള് വിശ്വസ്തനാണ്. അപ്പൊ വലൈസലഹു വിശ്വസ്തനാകുമ്പോൾ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. തിന്നാണെങ്കിൽ അറിയുന്നില്ല. വലൈസലഹു ഇയാൾക്കില്ല ഹസ്മുൻ, ഒരു പരാതിക്കാരനുമില്ല, സിവൽ യത്തീമി, ഈ പാവപ്പെട്ട യത്തീമല്ലാതെ. വഹുവ സഗീറുൻ, അത് കുട്ടിയാണ്. അപ്പൊ പിന്നെ അയാൾക്ക് പരാതി കൊടുക്കാനും കഴിയില്ല. ലാ യഅരിഫു, അയാൾക്ക് അതിനെ അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വരുമ്പോ തഅ്ളീമുൽ അംരി ഫീ, ഈ വിഷയത്തിൽ, ഈ യത്തീമിന്റെ സ്വത്ത് തിന്നുന്ന വിഷയത്തിൽ കാര്യങ്ങൾ ഭയങ്കരമാകുക എന്നുള്ളത് വാജിബുൻ, അത് ഭയാനകമാകുക എന്നുള്ളത് വാജിബാണ്. എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും തെറ്റ് തന്നെയാണ്, ഭയങ്കരമായ തെറ്റ് തന്നെയാണ്. ബിഖിലാഫിൽ ഖസ്ബി, ഖസ്ബിനെതിരായിട്ട്, ഖസ്ബ് എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കുക, അത് നേരിട്ടാണല്ലോ ചെയ്യുന്നത്. പിടിച്ചു പറിച്ച ആൾക്കും അറിയാം, മറ്റേ ആൾക്കും അറിയാം. ഫൈനോ ലാഹിറുൻ യോറഫു, അത് ലാഹിറാണ്, അതിനെ അറിയപ്പെടും. അതിന് ഖുഫിയത്ത് എന്ന് പറയാൻ പറ്റത്തില്ല. ഖിലാഫിൽ ഖിയാനത്ത്, ഖിയാനത്തിനെതിരായിട്ടും, ഫിൽ വദീഖത്തി, സൂക്ഷിപ്പ് മുതലിൽ വഞ്ചന കാണിക്കുക, അത് ഈ സൂക്ഷിപ്പ് മുതൽ വെച്ച ആൾക്കറിയാം, മറ്റേ ആൾക്കും അറിയാം. ഫൈനൽ മുവദ്ദിഅ, കാരണം അവിടെ മുവദ്ദിഅ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചയാള് ഹസ്മുൻ, അയാൾ ഈ വിഷയത്തിൽ എന്താണ്, പരാതിക്കാരനാണ്. എന്തസിഫുല്ലി നഫ്സി, തന്റെ നഫ്സിന് വേണ്ടി അയാൾ നീതി വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. അവിടെയെല്ലാം സിർക്കത്ത് പോലുള്ള ഖുഫിയത്ത് വരുന്നില്ല. അസാനത്ത് മൂന്നാമത്തത് തഫ്വീത്ത്, സ്വത്തുക്കളെ നശിപ്പിക്കലാണ്. ബി ഷഹാദത്തി സൂരി, ഫൗത്താക്കി കളയുക അതിന്റെ അവകാശത്തെ, കള്ളസാക്ഷി പറയൽ കൊണ്ട്, കള്ളസാക്ഷി പറഞ്ഞ് സ്വത്തുക്കളെ എന്ത് ചെയ്യുക, ഫൗത്തിലാക്കുക, നഷ്ടപ്പെടുത്തി കളയുക. അതും ഖുഫിയത്തിലാണെന്നാണ് ഇമാം ഗസാലി പറയുന്നത്. അറാബി നാലാമത്തെ അഖദുൽ വദിഅത്തി, സൂക്ഷിക്കാൻ വേണ്ട സ്വത്തിനെ പിടിച്ചെടുക്കുക, ഉപകാരി അതുപോലുള്ളതിനെ ബിൽ യമീനിൽ ഖമൂസ്, കള്ള സത്യം ചെയ്തിട്ട്. ഇവിടെയൊക്കെ ആളെ അറിയാം, ഇയാള് കള്ളസാക്ഷി കൊണ്ടുവന്നാന്നുള്ളത് അറിയാം. ഇവിടെ കള്ളസാക്ഷി നേരെ ആകാത്തടത്തോളം കാലം രക്ഷപ്പെടുക എന്നുള്ളത് സാധ്യമല്ല, അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സ്വത്തിനെ കള്ളസത്യം ചെയ്ത് പിടിച്ചെടുത്തു. അപ്പൊ അതും എന്താണ്, ഫൈനഹാദിഹി, ഇത് തരീഖുന്ന ഒരു വഴിയാണ്. ലാ യുംകിനു ഫിഹ തദാറുക്കു, ഇതിൽ തദാറുക്ക് സാധ്യമല്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വത്തുണ്ടാക്കി വെച്ചിരിക്കുകയാണ് കള്ളസാക്ഷ്യം പറഞ്ഞിട്ട്. മറ്റേയാള് സൂക്ഷിപ്പ് മുതലിനെ കള്ളസത്യം ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇയാൾക്ക് അതിന് തിരിച്ചു കൊടുക്കാനുള്ള മാർഗമില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം, ഈ പിടിച്ചു വെച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വത്ത് മതി, അയാൾ അറിയുന്നില്ലല്ലോ, അയാൾ ഇതിന്റെ നിജസ്ഥിതി, അതിന്റെ ഹക്കീക്കത്ത്, ഇതിന്റെ തെറ്റിന്റെ ഭയാനകതയൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം തദാർക്ക് സാധ്യമല്ലെന്നാണ് ഇമാം ഗസാലി പറയുന്നത്. തോബ തീരുമാനിക്കുകയാണെങ്കിൽ ഇവിടെ തദാർക്ക് ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു വശം. ജായിസല്ല ശരീഅത്തുകൾ ഇഖ്തിലാഫാകൽ, ശരീഅത്തിന്റെ നിയമങ്ങൾ ഇഖ്തിലാഫാകൽ, ഇവകളെ ഹറാമാക്കുന്നത്.
ഇവകൾ ഹറാമാണെന്ന വിഷയത്തിൽ ശരീഅത്തുകൾ ദീനിന്റെ ഇസ്ലാമിന്റെയോ വേറെ ഏതെങ്കിലും മതത്തിന്റെയോ നിയമങ്ങൾ എതിരാകുക എന്നുള്ളത് ജായിസല്ല. എന്ന് പറഞ്ഞാൽ ഒരു മതവും പിന്നെ ഇത് ഹറാം അല്ലെന്ന് പറയുന്നില്ല, ഇത് നിഷിദ്ധമല്ലെന്ന് പറയുന്നില്ല. തട്ടിയെടുക്കലും അതുപോലെ തന്നെ വദീഅത്തിനെ കള്ളസത്യം ചെയ്ത് പിടിച്ചെടുക്കലും കള്ളസാക്ഷ്യം പറഞ്ഞൊരു സ്വത്തിനെ നശിപ്പിക്കലുമല്ല അത് തെറ്റാണെന്ന് എന്ന വിഷയത്തിൽ, അത് ഹറാമാണെന്ന വിഷയത്തിൽ, നിഷിദ്ധമാണെന്ന വിഷയത്തിൽ ഒരു മതത്തിന്റെയും നിയമങ്ങൾ വിരുദ്ധമല്ല, വിരുദ്ധമാകൽ ജായിസ് അല്ല, വളരെ വ്യക്തമാണ്. അപ്പൊ ഇതെല്ലാം വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ഇവകൾപ്പെട്ട ചിലത് അശദ്ദു മിൻബഅദിൻ, ചിലതിനേക്കാൾ കടുപ്പമാണ്. കുല്ലുഹ ഇവകളെല്ലാം തന്നെ ഈ പറഞ്ഞതെല്ലാം ദൂനർ റുത്തുബത്തി സാനിയ, രണ്ടാമത്തെ റുത്തുബത്തിന്റെ താഴെയാണ്. എന്ന് പറഞ്ഞാൽ 3 റുത്തുബയല്ലേ പറഞ്ഞ്, 3 റുത്തുബയാണല്ലോ പറഞ്ഞ്. ഒന്നാമത്തെ റുത്തുബ വിശ്വാസവുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത്തെ മർത്തബ നെഫ്സുകളുമായി ബന്ധപ്പെട്ടത്, മൂന്നാമത്താണല്ലോ സ്വത്തിന്റെ. ഈ സ്വത്തുമായി ബന്ധപ്പെട്ട പാപങ്ങൾ എന്ന് പറയുന്നത് നെഫ്സുമായി ബന്ധപ്പെട്ട പാപങ്ങളുടെയും താഴെയാണ്. അപ്പൊ ഏറ്റവും ഗൗരവമുള്ളതാണ് വിശ്വാസം. രണ്ടാമത്താണ് നെഫ്സുമായി ബന്ധപ്പെട്ട ഖത്ല് ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ അനാവശ്യം പറയല്, ഗസ്ബ്, പിന്നെ ഖദ്ഫ്, വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കല്, അതെല്ലാം ഇതിനേക്കാൾ ഗൗരവമുള്ളതാണ്. സ്വത്തിനെ സംബന്ധിക്കുന്ന ഹറാമ് അതിന്റെ താഴെയാണ്. ഈ പറഞ്ഞ പിന്നെ കുഫർ ഏറ്റവും ഉയർന്നത്, അതിന്റെ താഴെയുള്ളതാണ് നെഫ്സുമായി ബന്ധപ്പെട്ട കൊലയും അതുപോലുള്ളതും, അതിന്റെ താഴെയാണ് ഇത്. അൽ മുതഅല്ലിഖത്ത് ബിൻ നുഫൂസ്, നെഫ്സുകളുമായി ബന്ധപ്പെടുന്ന രണ്ടാമത്തെ റുത്തുബയുടെ താഴെയാണ് ഇവകളെല്ലാം തന്നെ. അപ്പൊ ഹാദിഹിൽ അർബഅത്തു, ഈ 4 കാര്യങ്ങൾ. ഇവിടെ ചെറിയ സംശയം എനിക്കുണ്ട്. എന്താണ് ഈ സ്വത്തിനെ കള്ളസാക്ഷ്യം പറഞ്ഞ് പിന്നെ ഇല്ലാതാക്കലും പിടിച്ചെടുക്കലും, അതുപോലെ തന്നെ വദീഅത്തിനെ സത്യം പറഞ്ഞെടുക്കലും, അതിന് തദാറുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞത്, അതിനെ സംബന്ധിച്ച് ചെറിയ സംശയമുണ്ട്. തദാറുക്ക് പറ്റും, പൊരുത്തപ്പെടിയിക്കാൻ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. അദ്ദേഹം എന്തുദ്ദേശത്തിലാണ് അത് പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇതെങ്ങനെയാണ് തഫീത്ത് ചെയ്ത് തദാറുക്ക് പറ്റാത്ത കാര്യമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാൾക്ക് തോബയുടെ ബോധമില്ലാത്തടത്തോളം കാലം തദാറുക്കില്ല എന്ന് പറയാൻ കഴിയും. പോട്ടെ. വഹാദിഹിൽ അർബഅത്തു, ഈ 4 കാര്യങ്ങൾ, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ 4 വഴിയിലൂടെയാണ് എന്ന് പറഞ്ഞില്ലേ. സ്വത്തിനെ പിന്നെ വൻപാപത്തിന്റെ ഭാഗങ്ങളെ 4 രീതിയിലാണെന്ന് പറഞ്ഞല്ലോ, മോളി പറഞ്ഞല്ലോ. ഇവകളെല്ലാം ഈ പറഞ്ഞ പിന്നെ തദാറുക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് കബായറിൽ പെടുമെന്ന് പറയുകയും അത് 4 വഴികളിലൂടെയാണെന്ന് പറഞ്ഞില്ലേ. അവകൾ ജദീറത്തുൻ, അർഹമായതാണ്, ബി അൻ തകൂന മുറാദത്തൻ, അവകൾ ഉദ്ദേശിക്കപ്പെട്ടതാകുന്നതിന്, ബിൽ കബായിർ, വൻപാപങ്ങൾ കൊണ്ട്, സ്വത്തിന്റെ വൻപാപങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഈ 4 ആകലാണ് കൂടുതൽ സാധ്യത. വൈലം യൂജിബി ശറഉ, ശറഅ നിർബന്ധമാക്കിയില്ലെങ്കിലും ശരി, അൽ ഹദ്ദ, ശിക്ഷയെ, ഫി ബാധ്യതപ്പെട്ട ചിലതിനൊന്നും ശിക്ഷയെ ശരീഅത്ത് വെച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഈ 4 പിന്നെ വൻപാപത്തിൽപ്പെട്ടതാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ ഹദ്ദിനെ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും, ശരീഅത്ത് ശിക്ഷാവിധിയെ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും, വലാക്കിൻ അക്സറുൽ വഈദ് അലൈഹ, അക്സറ വഈദ് അലൈഹ, ഇതിന്റെ മേൽ വഈദിനെ, മുന്നറിയിപ്പിനെ ശരീഅത്ത് വർദ്ധിപ്പിച്ച്, ശറഅ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മുന്നറിയിപ്പുകൾ ഈ പാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആനിലും മറ്റും. വഅല്ലമ ഫീ മസാലിഹുദ് ദുനിയ വഅലുമ ഫീ മസാലിഹുദ് ദുനിയ, ദുന്യാവിന്റെ മസ്ലഹത്തുകളിൽ, ദുന്യാവിന്റെ നന്മയുടെ കാര്യങ്ങളിൽ തഅ്സീറുമായി, ഇവകളുടെ തഅ്സീർ ഭയാനകമാണ്. ദുന്യാവിന് മസ്ലഹത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് എതിരാണല്ലോ ഇവകൾ. അപ്പൊ അതില് ഇവകളുടെ തഅ്സീർ ഭയാനകമാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വൻപാപമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ജദീർ എന്ന് പറഞ്ഞത്. അപ്പൊ അമ്മ അക്കുലു റിബ, പലിശ തീറ്റയോ, പലിശ തിന്നുക എന്നുള്ളത്, ഫലൈസ ഇല്ല, അത് പലിശ തീറ്റ എന്ന് പറയുന്നത് അത് പിന്നെ വ്യക്തിയുടെ ഈ ഹുക്കൂക്കുൽ ഇബാദിൽപ്പെട്ടതായിട്ടല്ല ഇമാം ഗസാലി എണ്ണിയിരിക്കുന്നത്, അത് ഹുക്കൂക്കുള്ളയിൽപ്പെട്ടതായിട്ടാണ്. കാരണം പലിശ എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കുകയാണല്ലോ, ഒരു ഹറാമിനെ കൂട്ടു നിൽക്കുകയാണ്, സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇയാള് സമ്മതത്തോടു കൂടിയാണ് സ്വത്ത് കൊടുക്കുന്നത്. അപ്പൊ ഹറാമ് അയാളുടെ ഹക്കെന്ന് പറയാൻ പറ്റത്തില്ല പലിശയെ സംബന്ധിച്ച് എന്നാണ് ഇമാം ഗസാലി പറയുന്നത്. ഈ പറയുന്ന എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ അബൂ താലിബ് മക്കി റഹ്മത്തുള്ളാഹി പറഞ്ഞ് എണ്ണി പറഞ്ഞില്ലേ, അവകൾക്കുള്ള റദ്ദായിട്ടാ പറയുന്നത്. പുറകെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്. അമ്മ അക്കുലിറ്റി ബാബ്, പലിശ തീറ്റ എന്ന് പറയുന്നത് പലിശ അതല്ല, ഇല്ല അക്ല മാലിൽ ഗൈർ, ഗൈറിന്റെ സ്വത്തിനെ തിന്നലല്ല, അതല്ല ബി തറാദി, പരസ്പര തൃപ്തിയോടുകൂടെ. പലിശ തീറ്റ അങ്ങനെയാ, കൊടുക്കുന്നവനക്കും തൃപ്തിയാണ്, വാങ്ങുന്നവനും തൃപ്തിയാണ്.
മഅൽ ഇഖ്ലാലി ബി ഷർത്തിൻ, ഷർത്തിന് ഭംഗമുണ്ടാക്കുന്നതോടുകൂടെ. അങ്ങനത്തെ ഷർത്ത് വളഅഹു ശറഉ, ശറഅ നിശ്ചയിച്ച ഷർത്ത്, സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിന് ശറഅ നിശ്ചയിച്ച ഷർത്തിന് ഖലലുണ്ടാക്കുന്നതോടുകൂടെ, ഭംഗമുണ്ടാക്കുന്നതോടുകൂടെ പരസ്പര തൃപ്തിയോടുകൂടി തിന്നലാണ് പലിശ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ നേരത്തെ പറഞ്ഞ പോലെ ശരീഅത്തിന്റെ നിയമങ്ങളിലെല്ലാം ഇഖ്തിലാഫ് ഉണ്ടാകാം. നേരത്തെ പറഞ്ഞതിൽ ഇഖ്തിലാഫ് ഒന്നിലും ഇല്ല, ഇതിലുണ്ടാകാം. അതാ ഇനി പറയുന്നത്. വലാ യബൂദു, ബഈദല്ല അൻ തഖ്തലിഫ ശറായിഉ ഫീ മിസ്ലി, ഇതുപോലുള്ളതിൽ ശരീഅത്ത് നിയമങ്ങൾ ഇഖ്തിലാഫ് ആകൽ വിദൂരമല്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പലിശ ഹറാമാണ്, മറ്റു പല ശരീഅത്തുകളിലും അത് ഹറാമായി പറഞ്ഞിട്ടില്ല. പലിശയുടെ തന്നെ വിവിധ ഇനങ്ങളെ പറ്റി പലരും ചർച്ച ചെയ്ത കൂട്ടത്തിൽ അത് ഹറാമാണ്, ഇത് ഹലാലാണ്, അങ്ങനെ ചർച്ച വന്നിട്ടുണ്ട്. അപ്പൊ ഇഖ്തിലാഫുള്ള കാര്യമാണ് പലിശ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഗസ്ബ് പോലെ, കള്ളസത്യം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് പോലെ, അതുപോലത്തെ അല്ല ഇത് ഹുക്കൂക്കൽ ഇബാദിൽപ്പെട്ട അല്ല. അതിനൊക്കെ കുറച്ചുകൂടെ ഗൗരവം കുറഞ്ഞാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, പലിശ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ളതിൽ ശരീഅത്തിൽ ഇഖ്തിലാഫ് വിദൂരമല്ല, ഇഖ്തിലാഫ് ഉണ്ടാകാം. വൈദാലം യജഅലിൽ ഗസ്ബ, വൈദാലം യജഅലിൽ ഗസ്ബ, അപ്പൊ അദ്ദേഹം അത്രയും പറഞ്ഞു നിർത്തി. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ് വൈദാലം യജഅലിൽ ഗസ്ബ, ശരീഅത്ത് ഗസ്ബിനെ ആക്കിയില്ലെങ്കിൽ, അല്ലദീ ഹുവ അക്ലു മാലിൽ ഗൈരി ബി ഗൈരി റിളാഹു, ഒരാളുടെ മറ്റൊരാളുടെ സ്വത്തിനെ അയാളുടെ തൃപ്തി ഇല്ലാതെ തിന്നുന്നതിനാണ് ഗസ്ബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗൈരി റിള ശറഇ, ശറഅത്തിന്റെ റിളയും ഇല്ലാതെ, മറ്റൊരാളുടെ തൃപ്തിയും ഇല്ല, ശരീഅത്തിന്റെ തീരുമാനവും ഇല്ലാതെ ഒരാളുടെ ശരീഅത്തിന്റെ തീരുമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തൃപ്തിയില്ലാതെ. അത് ഗനീമത്ത് മുതൽ മറ്റേയാൾക്ക് തൃപ്തിയുള്ളതല്ലോ, പക്ഷെ ശരീഅത്ത് അനുവദിച്ചിരിക്കുകയാണ്. അതുമില്ലാതെ സ്വത്തിനെ തിന്നുന്നതിനാണ് ഗസ്ബ് എന്ന് പറയുന്നത്. അതിനെ ശരീഅത്ത് മിനൽ കബായിരിൽ പെടുത്തിയിട്ടില്ലെങ്കിൽ, അപ്പൊ ഫാക്കുലു റിബ തിന്നുക എന്നുള്ളത് അക്കുലുൻ ബിരിദൽ മാലിക്കിന്റെ റിളയോടുള്ള തീറ്റയാണ്. അവിടെ ഈ പലിശയിലുള്ളത് പിന്നെ വേറൊരു വ്യക്തിയുടെ ഹക്കിനെ അപഹരിക്കലല്ല, മറിച്ച് അള്ളാഹുവിനോട് പിന്നെ അവൻ അവിവേകം കാണിക്കലാണ്, പടച്ചവനിലേക്ക് ചേർത്തിട്ടാണ് അത് പിന്നെ പാപങ്ങളിൽ പെടുന്നത്. അക്കുലു ബിരിദൽ മാലിക്കിന്റെ റിള കൊണ്ട് തിന്നുന്നതാണ്. വലാക്കിനത് ദൂന റിള ശരീഅത്തിന്റെ റിളയുടെ താഴെയാണ്, റിളയെ കൂടാതെയാണ്. ശരീഅത്തിന്റെ റിള ഇല്ല, മാലിക്കിന്റെ റിളയുള്ള, അതുകൊണ്ടാണ് അത് പാപമാകുന്നത്. അതായത് ഗസ്ബിനേക്കാൾ താഴെയുള്ള പാപമാണ് പലിശ തീറ്റ എന്നാണ് ഇമാം ഗസാലി പറഞ്ഞു വരുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്നാലും പലിശ തീറ്റയെ സംബന്ധിച്ച് സബോൾ മുബിക്കാത്തിൽ പെടുത്തിയ ഒരു ഹദീസിലുണ്ട് കേട്ടോ. അതെന്തുകൊണ്ട് ഇമാം ഗസാലി ഇവിടെ വിട്ടുകളഞ്ഞെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇനി വൈൻ അല്ലമ ശറഉ ഭയാനകമാക്കിയ സിനയെ ബിസ്സജ്രി അൻഹു, അതിനെ തൊട്ട് വിരട്ടൽ കൊണ്ട്. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞില്ലേ, വലാ തഖ്റബു സിന പറഞ്ഞില്ലേ. അപ്പൊ ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ വിരട്ടൽ കൊണ്ട് ശരീഅത്ത് സിനയെ ഭയാനകമാക്കി. അപ്പൊ ഫഖദ് അല്ലമ അയ്ളൻ, വീണ്ടും ശരീഅത്ത് ഈ സിനയെ ഭയാനകമാക്കിയതുപോലെ തന്നെ ഭയാനകമാക്കി എന്തിനെ? അൽദുൽമ ബിൽ ഗസ്ബി, പിടിച്ചുപറിക്കൽ കൊണ്ടുള്ള അക്രമത്തെ, അതുപോലുള്ള അതല്ലാത്ത കൊണ്ടുള്ള അക്രമത്തിനെ പിന്നെ ശരീഅത്ത് ഭയാനകമാക്കിയിട്ടുണ്ട്. അല്ലമൽ ഖിയാനത്തിനെയും ഭയാനകമാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അപ്പൊ ഇങ്ങനെയൊക്കെ ഭയാനകമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഖിയാനത്തിനെയും ഭയാനകമായി പറഞ്ഞിട്ടുണ്ട്, ഗസ്ബിനെയും ഭയാനകമായി പറഞ്ഞിട്ടുണ്ട്, സിനയെ ഭയാനകമായി പറഞ്ഞ പോലെ. അപ്പൊ വൽ മസീറു, മടക്കം, ഇല അന്ന കുല്ല ദാനിഖിൻ ബിൽ ഖിയാനത്തിലൂടെയുള്ള ഓരോ ദാനിക്ക് മുതലും, അവൽ ഗസ്ബി അല്ലെങ്കിൽ പിടിച്ചുപറിയിലൂടെയുള്ള ഓരോ ദാനിക്ക് മുതലും മിനൽ കബായിരിൽപ്പെട്ടതാണ് എന്നാക്കൽ. വൽ മസീറും, അങ്ങനെ മടങ്ങൽ, ഫീഹി നെളുറുൻ, അതിൽ നെളുറുണ്ട് എന്നുള്ള ചിന്തിക്കേണ്ടതാണ്. കാരണം എന്താ പറഞ്ഞത്? പിന്നെ നേരത്തെ പറഞ്ഞ പിന്നെ വഞ്ചനയിലൂടെ എടുക്കുന്ന സാധനം, അതിന് തദാറുക്കിന്റെ വഴി ഉണ്ടല്ലോ എന്നാണ് ഈ പറയുന്നതിനർത്ഥം. വദാലിക്ക്, ഇത് വാക്കുൻ സംഭവിക്കുന്നതാണ് ഫി മലന്നത്തി ഷക്കിന്റെ മലന്നത്തിൽ പെടുന്നതാണ്. അതായത് പിന്നെ ഹക്കീക്കത്തൻ ഇത് വൻപാപമാണെന്നുള്ളതല്ല, വൻപാപമാണോ അല്ല എന്ന ഷക്കിൽ പെടുന്നതാണ് ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.
വളരെ ഗൗരവമുള്ളതും വളരെ ഗാമിളുമായ വിഷയമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വരുന്നത്, ഈ പിടിച്ചുപറി, ഗസ്ബ്, പിടുങ്ങിയെടുക്കൽ, തട്ടിയെടുക്കൽ, അത് വൻപാപത്തിൽ ഹറാമ് തന്നെയാണ്, വൻപാപത്തിൽപ്പെടുത്താൻ പറ്റത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണല്ലോ, പിന്നെ പിടിച്ചുപറിക്കൽ പിന്നെ റിദായില്ലാതെ സ്വത്തിനെടുക്കലാണല്ലോ, അത് വൻപാപത്തിൽപ്പെട്ടതല്ല എന്ന് വന്നാൽ അപ്പൊ പിന്നെ പലിശ തീറ്റ എന്നുള്ളതും വൻപാപത്തിൽപ്പെടാൻ പറ്റത്തില്ലല്ലോ. കാരണം എന്താണ്? പലിശ പരസ്പര തൃപ്തിയോടുകൂടിയാണ്. അവിടെ ശരിയാത്ത് അതിനെ ഭയാനകമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും സിനയെ ഭയാനകമാക്കി പറഞ്ഞിട്ടുണ്ട് ശരീഅത്ത്. അതുപോലെ തന്നെ ദുൽമിനെയും ഭയാനകമാക്കി പറഞ്ഞിട്ടുണ്ട്, അല്ലാത്തിനെയും ഭയാനകമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അദ്ദേഹം പറയുന്നത്, ഖിയാനത്തായി ഒരു ദാനിക്ക് തിന്നുക എന്നുള്ളത്, ഒരു ദാനിക്ക് തിന്നുന്നതിലേക്കുള്ള മടക്കം, വൽ മസീറു ഇല അന്ന അക്കില ദാനിക്കിൻ, ഒരു ദാനിക്ക് എന്നൊരു അളവാണ്, സാവ പോലുള്ള ഒരു ദാനിക്ക് തിന്നുന്നതിലേക്കുള്ള മടക്കം, ബിൽ ഖിയാനത്തായി വഞ്ചനയിലായി ഒരു ദാനിക്ക് തിന്നുന്നതിലേക്കുള്ള മടക്കം, അത് മിനൽ കബായിരിൽപ്പെട്ടതാണ് എന്ന് പറയൽ. വൽ മസീറു മടങ്ങൽ എന്തിലേക്ക്? പിന്നെ ഒരു ദാനിക്ക് ഖിയാനത്തായി തിന്നുന്നതിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ തിന്നൽ, അത് ഖിയാനത്തായിട്ടോ ഗസ്ബായിട്ടോ തിന്നൽ, മിനൽ കബായിരിൽപ്പെട്ടതാണ് എന്നതിലേക്കുള്ള മടക്കം, എന്നതിലേക്ക് എത്തിച്ചേരൽ, ഫിഹി നെലുറുൻ, അതിൽ നെലുറുണ്ട്. അഥവാ ഖിയാനത്തായിട്ട് തിന്നുന്നതിനെ കബായിരിൽ ഇദ്ദേഹം പെടുത്തുന്നില്ലെന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഗസ്ബായി തിന്നുന്നതിനെ അദ്ദേഹം കബീറത്തിൽ പെടുത്തുന്നില്ലെന്ന് മനസ്സിലാവുന്നു. അദ്ദേഹം പറയുന്നത് വദാലിക വാഖിഉൻ ഫീ മളന്നത്തി ശക്കി, ഇത് ശക്കിന്റെ മളന്നത്തിൽ സംഭവിക്കുന്നതാണ്. അഥവാ പിന്നെ ഉറപ്പായും തെറ്റാണെന്നുള്ളത്, ഉറപ്പായും തെറ്റല്ലെന്നുള്ളത്, പിന്നെ മുസ്തബിഹായത് സംശയം, അത് ഇപ്പൊ വൻപാപത്തിൽപ്പെട്ടതാണോ അല്ലേ, ഹറാമാന്നുള്ളത് ശരി, വൻപാപത്തിൽപ്പെട്ടതാണോ അല്ലേ എന്ന വിഷയത്തിൽ സംശയം. അപ്പൊ അതിൽപ്പെട്ടതാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് മൂപ്പര് പറയുന്നത്, അക്സറു മൈലിൽ ലന്നി ഇലാന്നോ ഗൈറു ദാഖിലിൻ തഹത്തൽ കബായിരി, ലന്നിന്റെ ഏറ്റവും കൂടുതലായുള്ള ചായ്വ്, ലന്ന് കൂടുതലായി, മനുഷ്യന്റെ ലന്ന് അത് കൂടുതലായി ചായുന്നു, ഇലാന്നോ ഗൈറു ദാഖിലിൻ തഹത്തൽ കബായിരി, ഇത് കബായിറിന്റെ തഹത്തിൽപ്പെട്ടതല്ല എന്നതിലേക്കാണ് ലന്ന് കൂടുതലായി ചായുന്നത്. ഇത് കബായിറിൽപ്പെട്ടതല്ല എന്നതിലേക്കാണ്. ഏത് ഈ പറഞ്ഞ പിന്നെ ഖിയാനത്ത് കൊണ്ട് തിന്നലും ഗസ്ബ് കൊണ്ട് തിന്നലും കബായിറിൽപ്പെട്ടതല്ലെന്നുള്ളതിലേക്കാണ് മനുഷ്യന്റെ ലന്നിന്റെ കൂടുതൽ ചായ്വ്. ലന്ന് ശക്കിന്റെ മേധയുള്ള ഒരു മനോവികാരമാണ്. വഹ്മ്, പിന്നെ ശക്ക്, പിന്നെ ലന്ന്, അത് കഴിഞ്ഞാണ് യക്കീനിലേക്ക് എത്തുന്നത്. അപ്പൊ യക്കീനിന് മുമ്പുള്ള, ഉറപ്പിന് മുമ്പുള്ള ഒരു പരിധിക്കാണ് ഈ ലന്നെന്ന് പറയുന്നത്. ശക്ക് എന്ന് പറഞ്ഞാൽ 50-50%, ഉണ്ടെന്ന് 50, ഇല്ലെന്ന് 50. ലന്ന് എങ്ങനെയല്ല, പിന്നെ അനുകൂലമായ ഭാഗം ഒരു 75. ഉദാഹരണമായിട്ട് ഇവിടെ പിന്നെ ലന്ന് എന്തെന്നാണ് അദ്ദേഹം പറയുന്നത്, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ കബീറത്തിൽപ്പെട്ടത് അല്ലെന്നുള്ളതാണ് ഒരു 75% ധാരണ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് എമ്പകി അത്യാവശ്യമാണ് അൻ തഖ്തസ്സൽ കബീറത്ത്, വൻപാപം പ്രത്യേകമാകൽ അത്യാവശ്യമാകും. ബിമാ ഒന്നുകൊണ്ട്, ലാ യജൂസ് ഇഖ്തിലാഫു ശർഇ ഫീ, ശരീഅത്തിൽ അത് ഒരു ഇഖ്തിലാഫ് ജായിസ് അല്ലാത്ത ഒന്നുകൊണ്ട്. വൻപാപമാകുന്നത് ശരീഅത്തിൽ ഒരു ഇഖ്തിലാഫ് ഇല്ലാത്ത കാര്യം, ശരീഅത്ത് വ്യക്തമായി വൻപാപം എന്ന് പറഞ്ഞതാണ് വൻപാപമാകേണ്ടത് എന്ന്. ലിയക്കൂന ലറൂരിയം ഫിദ്ദീന്, കാരണം ദീനിൽ അത് ലറൂരിയാകാൻ വേണ്ടി. ദീനിൽ ലറൂരി എന്ന് പറഞ്ഞാൽ നിഷേധിച്ചാൽ അവിശ്വാസിയാകും, അതാണ് ലറൂരി. അങ്ങനെ ആകണമെങ്കിൽ ഒരു ഇഖ്തിലാഫും ഇല്ലാത്ത കാര്യമാകണം. ഈ ഗസ്ബ് ഖിയാനത്ത് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള അത് ഹറാമാണെങ്കിൽ കൂടി വൻപാപമാണോ അല്ലേ എന്ന വിഷയത്തിൽ ഇഖ്തിലാഫ് ഉണ്ട്. അതുകൊണ്ട് അതിനെ വൻപാപത്തിൽപ്പെടുത്തിയ ശരിയല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വരുന്നത്, അബൂ താലിബുൽ മക്കി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ വൻപാപത്തിനെ സംബന്ധിച്ചൊരു 17 പറഞ്ഞ് നേരത്തെ വന്നായിരുന്നു. അതിന് അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള പിന്നീട് ഇൻഷാ അല്ലാഹ്, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വളരെ ഗഹനമായ വിഷയം.